ഒരു കൈ വെക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഫുൾ എന്നെ എയറിലായിരുന്നു ആ ഡ്രസ്സ് കാരണം. അക്ബറിന്റെ കല്യാണത്തിന് അതെ അതെ, അതൊക്കെ ട്രെൻഡ് അല്ലേ, അതൊക്കെ അക്സെപ്റ്റ് ചെയ്യേണ്ട ആൾക്കാർ. അതെ, കുറച്ചുപേർക്ക് മനസ്സിലായി, ബാക്കിയുള്ളവർക്ക് മനസ്സിലായിട്ടില്ല. ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലേ? നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക് എവിടെ? ചോദിച്ചു ചോദിച്ചും അടുത്തോ? മുഖ്യമന്ത്രിയാണെന്ന് പറയാം കേരളത്തിൽ. എന്തോ ഫ്രഷ് ചുമ്മാ നിക്കലോ ഒക്കെയുള്ളോ? എന്തൊരു സമാധാനം. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. താരങ്ങൾ ആരാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ബിഗ് ബോസ് താരങ്ങൾ നമ്മുടെ RJ ബെൻസിയും പിന്നെ നമ്മുടെ രേണു സുധിയുമാണ്. അപ്പോൾ എന്തായാലും കത്തി വേഷത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അക്ബർ ഖാൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന RJ ബെൻസി ഒരു കത്തി വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ആ വേഷം നല്ല രീതിയിൽ അങ്ങ് വൈറലായിട്ടുണ്ടായിരുന്നു. ആൾക്കാർ എടുത്ത് വെച്ച് അങ്ങ് ട്രോളുന്നുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളിക്കാരി പറയുന്ന കേട്ടില്ല, ഇതൊക്കെ ട്രെൻഡല്ലേ, അതൊക്കെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യണ്ടേന്ന്. നാളെ തുണിയില്ലാതെ വന്നിട്ടും വേണമെങ്കിൽ ഇവരൊക്കെ പറയും ഇതൊക്കെ ട്രെൻഡല്ലേ, ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യണമെന്ന്. ഇവരെന്ത് വേഷം കെട്ടി വേണമെങ്കിലും നടക്കട്ടെ. പക്ഷേ ഇമാതിരി വേഷം കെട്ടിയൊക്കെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അത് കാണുന്ന ആൾക്കാർ അഭിപ്രായം പറഞ്ഞു എന്ന് വരും. അത് ചിലപ്പോൾ നെഗറ്റീവായിരിക്കാം, പോസിറ്റീവായിരിക്കാം. ഇതൊക്കെ ഉൾക്കൊള്ളാവുന്നവർ മാത്രമേ ഇങ്ങനെയുള്ള വേഷമൊക്കെ ധരിച്ച് പബ്ലിക്കിലേക്ക് ഇറങ്ങാവൂ. പബ്ലിക്കിലേക്ക് ഇറങ്ങുന്നത് പോട്ടെ, സോഷ്യൽ മീഡിയയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാവൂ. ട്രെൻഡിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ട്രെൻഡാണെന്ന് അത് ആൾക്കാർക്ക് മനസ്സിലാക്കി കൂടെയെന്ന്. എന്താ ഇതിനൊക്കെ പറയേണ്ട എന്താണ്? എന്തായാലും ഇവരുടെ കുറേ കത്തികളുണ്ട്, നമുക്കൊന്ന് വേഷം കെട്ടി എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടിയോ ഫംഗ്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇമാതിരി വേഷം കെട്ടി അങ്ങോട്ട് ഇറങ്ങും. എന്നാലല്ലേ നാലാളൊന്ന് നോക്കുള്ളൂ. മീഡിയക്കാരാണെങ്കിലും ഇവരുടെ എല്ലാ വീഡിയോസും നന്നായിട്ട് അങ്ങോട്ട് എടുക്കണ്ടേ? അതായത് എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ കിട്ടണമല്ലോ. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വേഷം ധരിച്ച് വന്നാലല്ലേ പറ്റുള്ളൂ. അല്ലാതെ മാന്യമായിട്ട് വേഷം ധരിച്ച് വന്ന് ആര് നോക്കാനാ? ഈ പറയുന്ന മീഡിയക്കാർ പോലും വേണേൽ പുറകെ ചെല്ലത്തില്ല. അപ്പം മീഡിയക്കാരൊക്കെ പുറകെ ചെല്ലണമെങ്കിൽ ഇങ്ങനെയൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കാണിച്ചാലേ പറ്റുള്ളെന്ന് നന്നായിട്ട് ഇവരെ പോലുള്ളവർക്ക് അറിയാം. ഇവരൊക്കെയാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ, സെലിബ്രിറ്റീസ്. ബിഗ് ബോസിൽ വന്ന് എന്തൊക്കെയോ പട്ടിഷോ കാണിച്ചു. അവരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ സെലിബ്രിറ്റീസ്. ഭയങ്കരം തന്നെ. ഇലക്ഷൻ കഴിഞ്ഞു, മുഖ്യമന്ത്രിയാകാൻ വേണ്ടി പരസ്പരം ഒരടിയാണ്. അപ്പൊ അതിനെങ്ങനെയാണ് നോക്കാണ്? കണ്ണുണ്ട്. RJ ബെൻസിയുടെ അളിഞ്ഞൊരു തമാശ. മീഡിയക്കാർ ചോദിക്കുന്നു, ഇപ്പോൾ ഇലക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ, ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള അടിപിടിയും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ, അതിനെ എങ്ങനെ നോക്കി കാണുന്നു എന്ന് ചോദിച്ചപ്പോൾ RJ ബെൻസിയുടെ മറുപടി കണ്ണുകൊണ്ടെന്ന്. അയ്യേ ദാരിദ്ര്യം. അച്ഛനും കൂടെ ബ്ലാക്ക് കൊടുക്കായിരുന്നു. എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? ഇല്ല, ഞാൻ കാണുക, പ്രോത്സാഹിപ്പിക്കുക. രേണു സുധിയുടെ പാട്ട് പിന്നെ ശൈത്യയുടെ ഒക്കെ റാമ്പൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വന്നതാ. അയ്യേ, ഈ വേഷം കെട്ടി വന്നപ്പോൾ ഞാൻ കരുതി വല്ല പരിപാടി ഉണ്ടായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചേ. പരിപാടി കാണാൻ വന്നതാണല്ലേ. കഷ്ടം തന്നെ. എന്താ പറയണ്ടേ? ശരിക്കും പറയാമല്ലോ, ഇത്രയും ബിഗ് ബോസുകൾ വന്നിട്ടുണ്ട്, ഇതുപോലൊരു വെറുത്തൊരു വ്യക്തി വേറെ ഇല്ല. കാരണം അമ്മാതിരി പട്ടിഷയല്ലേ ബിഗ് ബോസിൽ ഈ പറയുന്ന RJ ബെൻസി കാണിച്ചത്. RJ ബെൻസി മാത്രമല്ല, നമുക്ക് ഈ ഒരു സീസണിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. RJ ബെൻസി, നമ്മുടെ ബിന്നി, അക്ബർ ഖാൻ, അങ്ങനെ കുറേ എണ്ണങ്ങളുണ്ടായിരുന്നു. അതുങ്ങളെ ഒന്നും എന്തോ അവരുടെയൊന്നും സ്വഭാവം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. പിന്നെ കട്ടപ്പ ശൈത്യ, എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്തൊരു മുതലാണ് കട്ടപ്പ ശൈത്യ. കട്ടപ്പ ശൈത്യയും ഈ പരിപാടിയിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര കത്തിവേഷത്തിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് അത് കാണാം കേട്ടോ. കോസ്റ്റ്യൂം ചേച്ചി തന്നെ ഡിസൈൻ ചെയ്തോ? അല്ലല്ല, ഇത് നമുക്ക് നമ്മുടെ സ്പോൺസർ ചെയ്തതാണ്. ഇത് അപ്പോൾ ഫാഷൻ ഷോ ഉണ്ട്. ഒന്ന് വരില്ല ഇതിലേക്ക്. ഫാഷൻ ഷോ ഉണ്ട്, എല്ലാവരും. ഇതിപ്പോ ഫസ്റ്റ് നമുക്ക് ഫാഷൻ ഷോ സ്റ്റാർട്ട് ചെയ്യും.
അതിന്റെ കോസ്റ്റ്യൂമാണ്. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് പോകുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാരണം കേട്ടോ നമുക്ക് ആ ബ്രാൻഡ് കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്തിയത്. സോ താങ്ക് യു സോ മച്ച് എല്ലാവരോടും. അടിപൊളിയായിട്ട് പോകുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കിട്ടിയ ഒരേ ഒരു വ്യക്തിയുള്ളൂ, അത് ഈ പറയുന്ന കട്ടപ്പ ശൈത്യമാണ്. അതിനുള്ള കാരണമുണ്ട് കേട്ടോ, അല്ലാതെ വെറുതെ ഒന്നും ആൾക്കാർ നെഗറ്റീവ് പറയുകയോ അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു ട്രോളുകളൊന്നും വെറുതെ വരത്തില്ല. കാരണം അമ്മാതിരി പരിപാടിയാണ് കട്ടപ്പ ശൈത്യ ബിഗ് ബോസിനകത്ത് കാണിച്ചതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അനുമോളുടെ കൂടെ നിന്നിട്ട് അവളുടെ കട്ടപ്പ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ പിന്നിൽ നിന്ന് കുത്തുക എന്ന് പറയത്തില്ല, അതുപോലത്തെ പരിപാടി ഈ കട്ടപ്പ ശൈത്യ ചെയ്തത്. അത്രത്തോളം അവൾക്ക് കിട്ടിയല്ലോ, നല്ല രീതിയിൽ ആൾക്കാരെ എടുത്ത് വെച്ച് അങ്ങോട്ട് ട്രോളുകയും റിയാക്ട് ചെയ്യുകയും നെഗറ്റീവും ഒക്കെ നല്ലോണം കിട്ടി. കുറച്ച് നാളത്തേക്ക് ആളെ കാണാനേ ഇല്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും തലപൊക്കി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആർക്കിട്ടാണ് അന്നറിയില്ല, അടുത്ത പണി കൊടുക്കാൻ പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും കൊള്ളാം കേട്ടോ, നന്നായി വരട്ടെ. അല്ലാതെ ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയണ്ടേ? ഡാൻസ് ഉണ്ടോ ചേച്ചി? ഡാൻസ് അല്ല, ഫാഷൻ ഷോയ്ക്ക് വേണ്ടിയിട്ട് ചേച്ചി തന്നെ ഡിസൈൻ ചെയ്തോ? കോസ്റ്റ്യൂം ചേച്ചി തന്നെ ഡിസൈൻ ചെയ്തോ? അല്ലല്ല,